പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ബി.ജെ.പിയുടെ ഒരു പുതിയ തന്ത്രം കണ്ട് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് സാക്ഷാൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും. ബി.ജെ.പി എന്തോ വലിയ അഴിമതി നടത്തുന്നു, അപരാധം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. ഒറ്റനോട്ടത്തിൽ വലിയൊരു നിയമലംഘനമായി ഇത് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ തൃണമൂൽ ഭയക്കുന്നത് ബി.ജെ.പി നിയമസാധുതകൾക്കുള്ളിൽ കളിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഗെയിമിനെ തന്നെയാണ്. എന്താണ് സംഭവമെന്ന് നോക്കാം. ഗുജറാത്തിലെ സൂറത്തിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ബംഗാളിലേക്ക് വോട്ടർമാരെ എത്തിക്കാൻ ബി.ജെ.പി അതായത് കേന്ദ്ര സർക്കാർ പ്രത്യേക ട്രെയിനുകൾ ഏർപ്പാടാക്കുന്നു എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതിനായി അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള വോട്ടർമാർക്ക് ബി.ജെ.പി സൗജന്യ യാത്രയും ഭക്ഷണവും നൽകുന്നുണ്ടെന്നും, അതായത് റെയിൽവേ സൗജന്യ യാത്രയും ഭക്ഷണവും നൽകുന്നുണ്ടെന്നും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നുമാണ് തൃണമൂലിന്റെ പരാതി. ബി.ജെ.പി പ്രവർത്തകർ ജയ് ശ്രീറാം, ഭാരത് മാതാ കി ജയ് വിളികളോടെ യാത്രക്കാരെ യാത്രയാക്കുന്ന വീഡിയോകളും ഒക്കെ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. ഈ സൗജന്യ യാത്ര കോഴ നൽകുന്നതിന് തുല്യമാണെന്നും ഈ സ്പെഷ്യൽ ട്രെയിനുകളുടെ മുഴുവൻ ചെലവും ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തണമെന്നുമാണ് തൃണമൂൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ രാഷ്ട്രീയം മറ്റൊന്നാണ്. ബി.ജെ.പി ഇതിന് മുൻപ് ബീഹാറിലൊക്കെ വിജയകരമായി പയറ്റിയ ഒരു രാഷ്ട്രീയ തന്ത്രമാണിത്. തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ എന്തെങ്കിലും വലിയ ഉത്സവങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആളുകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് വരും. അപ്പോൾ ആ സമയത്ത് യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാറുണ്ട്. ഈ ട്രെയിനുകളിൽ നാട്ടിലെത്തുന്നവർ എന്താണ് ചെയ്യുന്നത്? ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ വോട്ടും കൂടെ രേഖപ്പെടുത്തി മടങ്ങും. ആളുകൾക്ക് നാട്ടിലെത്താൻ സൗകര്യമൊരുങ്ങുന്നു, പാർട്ടിക്കാർക്ക് തങ്ങളുടെ വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനും സാധിക്കുന്നു. ഇതൊരു മികച്ച തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. അത്തരത്തിലൊരു തന്ത്രമാണ് ബി.ജെ.പി ഇപ്പോൾ ബംഗാളിലും പയറ്റുന്നത്. അതേസമയം തൃണമൂൽ ഇവിടെ ആരോപിക്കുന്നത് ബി.ജെ.പി എന്തോ വലിയ അപരാധം ചെയ്തുവെന്നും തൃണമൂൽ അത് കൈയോടെ പിടികൂടി എന്നുമൊക്കെയാണ്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. കൂടുതൽ ട്രെയിനുകൾ വഴി കൂടുതൽ വോട്ടർമാരെ നാട്ടിലെത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കുക എന്ന ബി.ജെ.പിയുടെ നീക്കം തൃണമൂലിനെ ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ട്. സ്വന്തം നാട്ടിൽ വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള തൊഴിലാളികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിൽ സാങ്കേതികമായി നമുക്ക് വലിയ തെറ്റൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ആരോപണത്തിന് ബലം കൂട്ടാൻ വേണ്ടി സൗജന്യ യാത്ര എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തങ്ങളുടെ അനുകൂലികളെ എന്ത് വില കൊടുത്തും പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്ന ബി.ജെ.പിയുടെ സംഘടനാ മികവിന് മുന്നിൽ തൃണമൂലിന് അടിപതറുന്നു എന്നതാണ് ഇതിൽ നമ്മൾ കാണേണ്ട വസ്തുത. ചുരുക്കത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇപ്പോൾ കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ ബംഗാളിലെ രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ഈ ഒരു ട്രെയിൻ തന്ത്രം ചട്ടലംഘനമാണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വോട്ടർമാരെയും വഹിച്ച് കുതിച്ചു പായുന്ന ഈ സ്പെഷ്യൽ ട്രെയിനുകൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബംഗാളിൽ നിന്ന് കൂടുതൽ കൂകിപ്പായുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.